മാത്രമല്ല വേടൻ കൊണ്ട് ഒരു സെലിബ്രിറ്റിക്ക് ഏറ്റവും പറഞ്ഞ വേടൻ അന്ന് കഞ്ചാവ് കേസ് പിടിക്കുവാൻ ശേഷമാണ് അദ്ദേഹം ഫേമസ് ആണ്. അല്ല അതിനു മുമ്പ് എനിക്കറിയില്ലായിരുന്നു കേട്ടോ അല്ലേ. അല്ലേ എനിക്ക് ഭൂരിഭാഗം ആളുകളോടും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ആ കഞ്ചാവ് കേസ് പിടിച്ച മുതലാണ് ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ള ആളുകൾ മനസ്സിലാവും. ഓക്കെ, അപ്പം ഇദ്ദേഹം വന്നതുകൊണ്ട് ഈ കേരള സംസ്ഥാനത്ത് ഒരാൾക്കാണ് നഷ്ടമുണ്ടായത്, ഒരേ ഒരാൾക്ക്. ശരിക്കും ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന വ്യക്തി ആദ്യകാലങ്ങളിൽ കുറച്ച് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ജനങ്ങളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ നല്ലത് ചീത്ത ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2011-ലും 2025-ലും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ എല്ലാ കാര്യവും ഒന്നു തന്നെയല്ലേ അല്ലേ. അന്ന് എന്താ പറയുക, എന്തിനാണ് സിനിമയിൽ വന്നത്? പേര് പ്രശസ്തി പണത്തിനാവുന്നു ഒന്നും തന്നെയല്ലേ പറഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് വേറെ പറഞ്ഞു എനിക്ക് സിനിമയിലുള്ള ഭയങ്കര സ്നേഹം കൊണ്ട് എൻ്റെ വീട് വിറ്റു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്ത് വീട് വിറ്റുമോ? ഒരു പ്രശസ്തി പണം 3 വീടുണ്ട്, ഒരു വീട് പോയാൽ പോട്ട് അങ്ങനെ. ഇപ്പോഴും ഞാനതിൻ്റെ പറയുന്നത് ഞാൻ സിനിമ എടുക്കുന്നതിന് എനിക്ക് ആളുകൾ കാണണം എന്നുള്ളതിലാണ് ഞാൻ എടുക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ഓസ്കാർ അവാർഡോ നാഷണൽ അവാർഡോ സ്റ്റേറ്റ് അവാർഡോ കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ജനങ്ങൾ കണ്ടാൽ മതി. കാരണം ആ ജനങ്ങൾ കണ്ടാലേ എനിക്ക് അടുത്ത സിനിമയ്ക്കുള്ള പൈസ കിട്ടുള്ളൂ. ഞാൻ എന്നെ ഒരു പെൺകുട്ടിയെ പഞ്ചാര അടിക്കുകയാണെങ്കിൽ പഞ്ചാര അടിക്കുക എന്നതിൽ മാത്രമേ ഞാൻ ശ്രദ്ധിക്കൂ. അല്ലാതെ ഞാൻ ഇന്ന ആളുടെ മോനാണോ ഇന്നാളെ മോളാണോ എൻ്റെ ജാതി ഇതൊന്നും എൻ്റെ വിഷയത്തിലേക്ക് ആ സമയത്ത് വരില്ലെന്നേ ഞാൻ പറഞ്ഞു. അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ നഷ്ടപ്പെട്ടാലും പണവും വിദ്യയൊന്നും കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇപ്പം തന്നെ നിങ്ങളൊന്ന് ഈ പരിപാടി കാണുന്നവരോട് പറയുന്നത് നിങ്ങളിപ്പോൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങളെ സെലിബ്രിറ്റി, നിങ്ങളുടെ റീസെൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? മാത്രമല്ല വേടൻ കൊണ്ട് ഒരു സെലിബ്രിറ്റിക്ക് ഏറ്റവും ഞാൻ പറഞ്ഞത് വേടൻ അന്ന് കഞ്ചാവ് കേസ് പിടിക്കുവാൻ ശേഷമാണ് അദ്ദേഹം ഫേമസ് ആണ്. അല്ല അതിനു മുമ്പ് എനിക്കറിയില്ലായിരുന്നു കേട്ടോ അല്ലേ. അല്ലേ എനിക്ക് ഭൂരിഭാഗം ആളുകളോടും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ആ കഞ്ചാവ് കേസ് പിടിച്ച മുതലാണ് ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ള ആളുകൾ മനസ്സിലാകും. ഓക്കെ, അപ്പം ഇദ്ദേഹം വന്നതുകൊണ്ട് ഈ കേരള സംസ്ഥാനത്ത് ഒരാൾക്കാണ് നഷ്ടമുണ്ടായത്, ഒരേ ഒരാൾക്ക്. അതുവരെ ഒരു ലോറി ഉടമ മനാഫായിരുന്നു ഇവിടെ കൊണ്ടു നടന്ന ആൾ. എനിക്ക് നോക്കിയറിയാം. അർജുൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു മരണവും അത് ആ ലോറി കിട്ടുന്നവരെ അദ്ദേഹം അവിടെ നിന്നു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്താൽ ദിവസം ഡെഡ് ബോഡി കിട്ടുന്നവരെ അവിടെ നിന്നു എന്നൊക്കെ പറയുന്നു. അദ്ദേഹം ഒരു 10 ലക്ഷം ഒരു പെട്ടെന്ന് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി 10 ലക്ഷം ഫോളോവേഴ്സിനെ ഉണ്ടാക്കുന്നു. അതൊക്കെ വളരെ ബുദ്ധിപൂർവ്വമുള്ള നീക്കാണ് കേട്ടോ. അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അയാൾക്ക് എന്താ പറയുക, അതിലെന്തിട്ടാൽ ഈ 10 ലക്ഷം ആളുകളിലേക്ക് എത്തുമല്ലോ, 10 റുപ്യ ഉണ്ടാക്കി എളുപ്പമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ന്യൂസുകളായിരുന്നു വന്നത്. പക്ഷേ വേടൻ വന്നത് മനാഫിനെ പാരയായി. ഞാൻ മനസ്സിലാക്കുന്നത് വേടനെ കൊണ്ട് ഈ നഷ്ടം ഉണ്ടായി കേരളത്തിൽ ഒരൊറ്റ ആക്കുള്ളൂ, മനാഫിനെ. പക്ഷേ ഇപ്പോൾ വേടൻ ഔട്ടായി. കാരണം നിമിഷപ്രിയ കേസ് വന്നപ്പോൾ പിന്നെ വേടൻ്റെ ന്യൂസൊക്കെ നിന്നു. വേടൻ രാവിലെ എന്ത് കഴിക്കുന്നു ഉച്ചയ്ക്ക് എന്ത് കഴിക്കുന്നു എന്നുള്ള ന്യൂസൊക്കെ അത് പോയി. അപ്പോൾ നിമിഷപ്രിയ പുതിയ നന്മമരങ്ങൾ, നിമിഷപ്രിയ എങ്ങനെ പുറത്തിറക്കുന്ന അതുമായി ബന്ധപ്പെട്ട ന്യൂസൊക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെ ഇപ്പോൾ വോട്ട് ബാങ്കിലേക്ക് വരുന്നു, അല്ല വോട്ട് തട്ടിപ്പ്, പിന്നെ ഓരോ ദിവസം ഓരോന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സന്തോഷേട്ടൻ ഈ FBയിൽ വരുന്ന എല്ലാ കമന്റുകൾക്കും മറുപടി നൽകാറുണ്ട് അല്ലേ? അപ്പം അതിനെങ്ങനെയാ സമയം കണ്ടെത്തുന്നത്? ഇത്രയും തിരക്കുള്ള ഒരാള് ഇതിനും കൂടി സമയം പറഞ്ഞാൽ നടക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ തന്നെയാണ് അങ്ങനെ തന്നെ. ഫ്രീ ഉള്ള സമയത്ത് മൊത്തം ഇരുന്ന് ചെയ്യും. പിന്നെ ഒരു കാര്യം, അതിൻ്റെ ഒരു കാരണം എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ അമ്മ പറയുന്നൊരു കാര്യമാണ്. എന്നോട് ചോദിച്ചു ഏറ്റവും വില പിടിച്ച സാധനം എന്താണ്? ഞാൻ പറഞ്ഞു പൈസ, രത്നം, സ്വർണം എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞാൽ ഒന്നല്ല, സമയമാണ്. എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം, സപ്പോസ് ഒരാൾ ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്നൊരു സിറ്റുവേഷൻ നീ കാണുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അത്യാവശ്യം പോകട്ടോ, അതിൻ്റെ ഇടയിൽ ഏട്ടാ ഇത് വേണോ എന്നൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു കരുതിക്കോ. അമ്മ പറഞ്ഞാൽ നീ 5 മിനിറ്റല്ലേ ചിലവാക്കി ഒരാളെ ജീവിതമല്ലേ രക്ഷിച്ച്. കാരണം ഇന്നത്തെ കാലത്ത് പലരും ആത്മഹത്യ ചെയ്യുന്നതുകൊണ്ടാണ്. അത്ര വലിയ ഭീകരമായ കാര്യമായിട്ടൊന്നും നിൽക്കില്ല. നമ്മൾ സീരിയൽ കാണാൻ പോകുമ്പോൾ അച്ഛൻ പറഞ്ഞു പോയിരുന്ന് പഠിക്കടി എന്ന് പറഞ്ഞതിനേക്കും ആ പെൺകുട്ടി പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു. അല്ലാണ്ട് നമ്മൾ പറയുന്നത് എന്തോ ഏറ്റവും ഭീകരമായ വിഷയം അങ്ങനെയൊന്നുമല്ല. ചിലപ്പോൾ ഭർത്താവ് ഭാര്യയെ തല്ലി, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ തല്ലി, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ കുറച്ച് കടം എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ ഒരാളുടെ ഒരു വേറൊരു മോശമായൊരു അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്സാര കാര്യത്തിനൊക്കെ ഇവിടെ ആത്മഹത്യ ചെയ്യുന്നു. ആ സമയത്ത് അവരെ മുന്നിൽ ഒരാളുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ആത്മഹത്യ ചെയ്യില്ല. എടാ ഇതിനും വലിയ പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ 10 പ്രാവശ്യം ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടോ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇവർക്കൊരു പ്രചോദനമാവും. അപ്പം എന്നോട് പറയുന്നത് സമയമാണ് പ്രധാനം. കാരണം ഒരാളുടെ ജീവൻ ഒരു സമയം പൈസ കൊടുക്കാനില്ല. ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്. അപ്പം അമ്മ എന്നോട് പറഞ്ഞാണ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമ്മളൊരു സമയം നീക്കി വെക്കണം. ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരു 25 ലക്ഷം ആൾക്കാർ കാണുന്നു, അല്ലെങ്കിൽ 50 ലക്ഷം ആൾ കാണുന്നു, അല്ലെങ്കിൽ 70 ലക്ഷം ആൾക്കാർ കാണുന്ന വീഡിയോൻ്റെ അടിയിലൊക്കെ നോക്കി അറിയാം, കടിച്ച് പിടിച്ച് ആയിരക്കണക്കിന് കമൻറ്റ് വരും കേട്ടോ. ആ ട്രെയിനിലും ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നോക്കി. മാത്രമല്ല അവർ പറഞ്ഞത് കൂടെ അതിന് വായിക്കണമല്ലോ. എല്ലാവരും നൈസ് ഗുഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ ചിലരിങ്ങനെ ഉണ്ടാവും. അല്ല ഇങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ സെക്കൻഡ് ഹാൻഡ് ഓട്ടോ ഷോ കൊടുത്തൊരു കാര്യം. അപ്പോൾ അതിൽ
സാർ ഫസ്റ്റ് ഹാൻഡ് കൊടുക്കായിരുന്നില്ലേ? ഓ. സെക്കൻഡ് ഹാൻഡ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടായിരുന്നു. സന്തോഷ് സാർ ആലോചിച്ച് നോക്ക്, 4 കൊല്ലത്തെ പഴക്കമല്ലേ നിങ്ങൾ കൊടുത്തേനെ എന്ന് പറയുമ്പോൾ അതിൽ എഴുതണം, കൂട്ടുകാരാ എൻ്റെ കയ്യിൽ ഇപ്പോൾ അത്രയ്ക്കുള്ള പൈസയേ ഉള്ളൂ, ഈ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതേ ഉള്ളൂ. ഇങ്ങനെ ഇപ്പം അതിന് ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ധർമ്മസ്ഥലയാണെങ്കിലും ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ അതിൻ്റെ മറുപടിയിൽ ചേട്ടാ അതിന് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഉപമുഖ്യമന്ത്രി അവിടുത്തെ ഉപമുഖ്യമന്ത്രി പോലും പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ആളുകൾക്കായാലും അല്ല ആരാണോ അതിൻ്റെ പിന്നിലുള്ളവർക്കും നോക്കണം. അപ്പോൾ പറയുന്ന വേറെ ആളല്ല, അവിടുത്തെ സർക്കാരാണ്. ഇങ്ങനെ അപ്പോൾ അവർക്ക് ചില സംശയങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങൾ നിരീക്ഷണം നടത്തുമ്പോൾ എല്ലാവരും നിങ്ങൾ പറഞ്ഞ് ശരിയാന്ന് പറയണമെന്നില്ലല്ലോ. അപ്പോൾ ഈ 2 സൈഡും നോക്കി നോക്കി വേണം നമ്മൾ ശരിയോ തെറ്റോ എന്ന് പറയണം. അപ്പോൾ നല്ല സമയമെടുക്കും. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ച എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കൂലേ അവരവരെ സമയം കളഞ്ഞ് എൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഞാൻ എഴുതി വായിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് ഇപ്പോൾ 1000 ആളാണെങ്കിൽ 1000 ആളുകളോടും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല, ഒരു 100 ആളോടെങ്കിലും ചെയ്യാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ? നമ്മളോട് ഇങ്ങോട്ട് സ്നേഹം കാണിക്കുന്നവരോട് തിരിച്ച് എന്തെങ്കിലും കാണിക്കണ്ടേ? ശരിക്കും ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന വ്യക്തി ആദ്യ കാലങ്ങളിൽ കുറച്ച് വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ജനങ്ങളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഒരുപാട് നല്ല കമൻസുകളൊക്കെ വരാറുണ്ട് അല്ലേ? ഞാൻ പറയുന്നത് ഈ നല്ലത് ചീത്ത ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2011-ലും 2025-ലും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ എല്ലാ കാര്യവും ഒന്നു തന്നെയല്ലേ അല്ലേ? അന്ന് എന്താ പറഞ്ഞത്, എന്തിനാണ് സിനിമയിൽ വന്നത്? പേര് പ്രശസ്തി പണത്തിനാണ് വന്നത്. ഇന്നും തന്നെയല്ലേ പറഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് വേറെ എന്തെങ്കിലും പറഞ്ഞു, എനിക്ക് സിനിമയോടുള്ള ഭയങ്കര സ്നേഹം കൊണ്ട് ഞാൻ എൻ്റെ വീട് വിറ്റു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്ത് വീട് വിറ്റു? ഒരു പ്രശസ്തി പണം 3 വീടുണ്ടേ, ഒരു വീട് പോയാൽ പോട്ട്. അങ്ങനെ വന്നു. ഇപ്പോഴും ഞാനതെന്താ പറയുന്നത്, ഞാനൊരു സിനിമ എടുക്കുന്നത് എനിക്ക് ആളുകൾ കാണണം എന്നുള്ളതിലാണ് ഞാൻ എടുക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ഓസ്കാർ അവാർഡോ നാഷണൽ അവാർഡോ സ്റ്റേറ്റ് അവാർഡോ കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ജനങ്ങൾ കണ്ടാൽ മതി. കാരണം ആ ജനങ്ങൾ കണ്ടാലേ എനിക്ക് അടുത്ത സിനിമയ്ക്കുള്ള പൈസ കിട്ടുള്ളൂ. അല്ല നിങ്ങളൊരു സിനിമ എടുത്ത് നിങ്ങൾക്ക് ഓസ്കാർ അവാർഡ് കിട്ടി, ഒരാളും കണ്ടില്ല, ഏതോ ഒരു പെൺകുട്ടിക്ക് കിട്ടി, ആ മലയാളിയാന്ന് തോന്നുന്നു, ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പെൺകുട്ടി ആരാധന അറിയുന്നില്ല. നിങ്ങളൊരു സിനിമ എടുത്തു, കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറേ പേര് ഇത് എന്ത് പെടാന്ന് വെച്ചു. പക്ഷേ നിങ്ങൾക്ക് മുതൽ മുടക്കും 10 ഇരട്ടി ലാഭമായി കിട്ടി, 10 ലക്ഷത്തിനടുത്ത് 1 കോടി രൂപ ലാഭം കിട്ടി. നിങ്ങൾക്ക് അടുത്ത സിനിമ ചെയ്യാം. നോട്ട് ദ പോയിന്റ്. സന്തോഷ് പണ്ഡിറ്റ് ഇവിടെ സർക്കാർ ജോലിയും ഇതൊക്കെ കളഞ്ഞിട്ടും മനസ്സിലായി ഒരു വർഷം എടുത്തിട്ട് ഒരു സിനിമ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് അതിന് മുതൽ മുടക്ക് തിരിച്ച് കിട്ടിയേ പറ്റൂ, ജനങ്ങളുടെ പെർസെപ്ഷനിൽ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഇതാണ്. അപ്പോൾ അന്നും ഇന്നും സന്തോഷ് പണ്ഡിറ്റ് മാറാതിരിക്കുകയും മറ്റുള്ളവർ മാറി എന്ന് പറയുമ്പോൾ കുഴപ്പമാർക്കാണ്? വിമർശിച്ചവർക്കല്ലേ? അല്ല, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ വിമർശിച്ചു എന്നും വേണമെങ്കിൽ പറയാം. അന്നത്തെ ആ വിമർശനങ്ങൾക്ക് ഈ നെഗറ്റീവ് കമന്റുകളൊക്കെ കാണുമ്പോൾ എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇതിൽ ഞാൻ പറയുന്നു മേഡം, നിങ്ങളൊരു കാര്യം ചെയ്താൽ, ഞാൻ പറയുന്നത് അതിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിലും എല്ലാവരും പോസിറ്റീവ് പറയണമെന്ന് നിങ്ങൾ എന്തിനാണ് വാശി പിടിക്കുന്നത്? എന്താ അഭിപ്രായങ്ങൾ വരാമല്ലോ. അഭിപ്രായം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടല്ലേ വരുന്നത്. പക്ഷേ നമ്മൾ ആ പറയുന്ന രീതിയാണ് അതിലെ വ്യത്യാസം. അതെ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളിപ്പോൾ ഒരു 2 വീലർ വാങ്ങിച്ചു, നിങ്ങളെന്താ പറയുക, നിങ്ങളൊരു കാറ് വാങ്ങിച്ചു, എല്ലാവരും നല്ലത് പറയണം, നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കുക. നിങ്ങൾ കഷ്ടപ്പെട്ട് 5 ലക്ഷം എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി വാങ്ങിച്ച കാറായിരിക്കും. എനിക്ക് എൻ്റെ ഇതെന്ത് കാറ്? ചിലർ ഇതിപ്പോൾ ഒരു കാറാണോ? അങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ. അപ്പം നമുക്ക് അത് ഫീൽ ചെയ്യില്ലേ? നിങ്ങളൊരു വീടുണ്ടാക്കി, അതിൻ്റെ ഫാഷനൊന്നും പോരാ, എന്ത് ഭയങ്കര ഇട്ട് ഒരു ശ്വാസം വിട്ടുന്നുണ്ടല്ലോ നിങ്ങളെ വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നില്ലേ? അപ്പം മേഡം, കാക്കയ്ക്ക് തൻകുഞ്ഞ് പെൺകുഞ്ഞ്. ഒരു കാക്കേനോട് നിങ്ങൾ ആ കുട്ടി എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കാക്ക പറയാൻ നല്ല ഫിഗർ കുട്ടിയാണ്, സ്വർണ്ണത്തിൻ്റെ കളറാണെന്നേ പറയൂ. ഒരു കാക്ക അങ്ങനെയേ പറയൂ. എന്നിട്ട് കാക്ക ഒരിക്കലും കാക്കേൻ്റെ കുട്ടി കറുത്തിട്ടാണ് എന്ന് പറയില്ല. ഏതൊരു മനുഷ്യനും അയാളുടെ മെറ്റീരിയൽ അയാളെന്ന് പറയുന്നത്, അതാ ഞാൻ പറയുന്നത്, ഈ ഇൻ്റർവ്യൂ ആയാലും നിങ്ങളെ ഇഷ്ടമുള്ള നല്ല ഇൻ്റർവ്യൂ ആണ്. എന്ന് വെച്ചിട്ട് വേറെ ആൾക്ക് നല്ലതാവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പം ഞാൻ ഉദ്ദേശിച്ചത്, ഒരാൾ നമ്മളെ ഒരു സാധനം കണ്ടൊരു അഭിപ്രായം പറയുന്നുവെങ്കിൽ നിങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് വിഷമമില്ല, ഞാൻ എന്തിനു വിഷമിക്കണം? അയാൾക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്, ഞാൻ കേൾക്കണം. അതേസമയം എന്താണ് പറയുന്നതിന് ഒരു രീതിയുണ്ട്. ഇതാണ് എൻ്റെ അമ്മ പണ്ട് പഠിപ്പിച്ചത്. ഹൗ ടു ബിഹേവ് എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം എന്ന് എൻ്റെ അമ്മ പണ്ട് പഠിപ്പിച്ചെന്നൊരു കാര്യമാണ്. നിനക്ക് ഒരാളോട് എല്ലാ കാര്യം നമുക്ക് ഇതാവണമെന്നില്ല. അമ്മ പറഞ്ഞത്, നിനക്ക് നന്നായി ഡ്രൈവിംഗ് അറിയാം, നീ ഒരു വണ്ടി കയറി, ഈ കയറിയ വണ്ടിയിൽ അയാൾക്ക് ശരിക്കും മര്യാദയ്ക്ക് ഡ്രൈവിംഗ് അറിയാം, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഡ്രൈവിംഗ് പഠിച്ചാൽ ചോദിച്ചു. അമ്മ എനിക്ക് എക്സാമ്പിൾ സഹിതം പഠിപ്പിച്ചു തരാം. അപ്പോൾ എങ്ങനെ പറയണം? അല്ല കേട്ടോ, നിങ്ങൾ എന്താണ് ഈ ക്ലച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് അറിയില്ലേ, ഇങ്ങനെയാണോ വേണ്ടത്? അല്ല, നിങ്ങളെയൊക്കെ ആരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചതെന്ന് ചോദിക്കാം. ശരിക്കും നമ്മൾ മനസ്സിൽ വന്ന് കേൾക്കിച്ച് അങ്ങനെ ആരും ഈശ്വരത് അവിടെ എത്തുമോ, ജീവനോട് എത്തുമോ എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് ചിന്തിക്കാം. അപ്പം പക്ഷേ നമുക്ക് ഇതേ കാര്യം തന്നെ എന്താ പറയുക, സാർ എനിക്ക് തോന്നുന്നു സാർ അത് ചെയ്യുമ്പോൾ ഒന്ന് ആ ക്ലച്ച് ഫുള്ളായിട്ട് ആക്കിയാൽ ചിലപ്പോൾ ആ സൗണ്ട് വരില്ല സാർ എന്നിങ്ങനെ അയാളെ ഫീൽ ചെയ്യിക്കാതെ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം പറയാം. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? നിങ്ങൾ ഒരു സോങ് ചെയ്യുന്നു, ഞാനത് കാണും, എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്? വെറും തല്ലിപ്പൊളി, ഞാൻ 1 മിനിറ്റ് കൊണ്ട് നിർത്തിപ്പോയി, അല്ല ഓപ്ഷൻ എ. ഇവിടെ
തീരെ മോശം, ഇനി ആഴ്ചയിൽ വരുത് കാണൂല. അതല്ല, എൻ്റെ അടുത്ത് നിങ്ങളെ നമ്പറുണ്ട്, ഞാൻ എന്ത് ചെയ്ത് ഫുള്ളായിട്ട് കണ്ടു. ഞാൻ പറഞ്ഞു മേഡം ഞാൻ നിങ്ങളത് കണ്ടിരുന്നിട്ട്, അല്ല അത് നിങ്ങളോട് പേഴ്സണലായിട്ട് പറഞ്ഞാൽ മതിയല്ലോ, കാരണം അവിടുത്തെ ഓപ്പൺ കമൻറ്റിൽ ഇടേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ അതിൽ പല സീൻസ് റിപ്പീറ്റേഷനുണ്ട്. അല്ല നിങ്ങളുടെ നായകൻ കുറച്ചും കൂടെ, തീരെ മോശിക്കും, നമ്മൾ കുറച്ചുകൂടി നല്ല നായകനെ വേണമെങ്കിൽ നോക്കിക്കൂടെ, ഇക്കാര്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം. അതായത് ഒന്നിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം പറയണമെങ്കിൽ, ഒരു ഗായകൻ നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആണ്, അയാളെ പാട്ടിനെക്കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ നിങ്ങൾ വലിയ ഗായകയോ ഗായകനോ ആവണ്ട. മോശമാണ് നിങ്ങൾക്ക് മോശം തന്നെ പറയാം. പക്ഷെ എന്ത് വേണം പറയുമ്പോൾ, എന്തോ എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് അത്ര നന്നായി തോന്നിയില്ല. അല്ലാണ്ട് ഈ എങ്ങനെ പാട്ട് പാടുക, ഈ എങ്ങനെ കാറ് വാങ്ങിക്കാന്ന് ഒരാളോട് ചോദിക്കരുത്. അങ്ങനെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഈ എങ്ങനെ കാർ എടുക്കുക, ഈ എങ്ങനെ 2 വീലർ എടുക്കുക, ഞങ്ങളെല്ലാവരും 3 നില വീടല്ലേ, ഈ എങ്ങനെ ഒരു ചെറിയ വീട് എടുക്കുക എന്ന് ചോദിച്ചാൽ അവന് ചോദിക്കാടാ നിൻ്റെ തന്തേൻ്റെ വെച്ച് കേടാ ഞാൻ എടുക്കും, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കാം. ആ പറയുന്നതിൻ്റെ പ്രശ്നമാണത്. അതേസമയം നമുക്ക് എന്ത് പറയാം, സാർ ആ പാട്ട് എനിക്ക് തോന്നുന്നു ഇന്ന ഹമ്മിങ്ങിന് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഔട്ടായെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ കേൾക്കുന്നവനും പറയുന്നവനും കുറച്ചുകൂടി ദൂരം. ഒരു വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ആക്രമിക്കുക, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കുമ്പോഴാണ് മറ്റാൾക്ക് തോന്നുക പറയാനുള്ള കാര്യം ഒരാളെ ഹേർട്ട് ചെയ്യാതെ പറയാ, അല്ലേ? പക്ഷെ അത് മലയാളികൾ എത്രമാത്രം അതിലെത്തി എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇന്നലെ വരെ നമ്മളെ സ്നേഹിച്ചവർ നാളെ സ്നേഹിക്കണം എന്നൊരു നിർബന്ധമില്ല മേഡം. അതിപ്പോൾ നിങ്ങളെ വായ നിങ്ങൾ അബദ്ധത്തിലൊരു വാക്ക് പറഞ്ഞാൽ മതി, നിങ്ങളിങ്ങനെ ഭയങ്കര കൊഞ്ചിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എടുത്ത് താഴെ ഇടും. മലയാളികളെ സംബന്ധിച്ചോളം അവർ ടോപ്പിലും ഇടും, നേരെ താഴെ ഇടും. നമ്മളിതൊന്നുമല്ല, നമ്മളാണ്. അതുപോലെ 2011 മുതൽ മലയാളികൾ കാണുന്നതാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന വ്യക്തിയെ. അന്നും ഇന്നും ഒരുപോലെ, അതായത് അതേ മെയിൻറ്റെയിൻ ചെയ്ത്, ഇങ്ങനെ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത്, ലൈഫ് സ്റ്റൈലൊക്കെ എന്തെങ്കിലും ജീവിത രീതി ചിട്ടകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഡയറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ പരമാവധി ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തി 36 ഗ്രാം ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കണം അല്ല എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞൊരു കാര്യം. അപ്പം നമ്മൾ അതുകൊണ്ട് കൂടുതലും ഈ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഞാൻ കൂടുതൽ കഴിക്കുക. അപ്പോൾ എനിക്ക് അമ്മ പറഞ്ഞ കാര്യമാണ്, നമ്മൾ ഈ എണ്ണ കൂടുതൽ യൂസ് ചെയ്യുമ്പോഴാണ് അത്രേ ഈ ഇറച്ചിയും മീനും എണ്ണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിലൊന്നും ഇതില്ല, ഫൈബർ ഇല്ലാത്ത സാധനമാണല്ലോ ഇറച്ചിയും മീനൊക്കെ. അപ്പോൾ ഇത്തരം ഇറച്ചിയും മീനും എണ്ണ ഇങ്ങനത്തുള്ള സാധനങ്ങൾ, പഞ്ചസാര ഉപ്പൊക്കെ കൂടുതൽ കഴിക്കുന്നവർക്കാണ് നമ്മുടെ ഈ സ്കിന്ന് പെട്ടെന്ന് ചുളിയലും കൂടുതൽ പ്രായം കൂടുക എന്ന് പറഞ്ഞാൽ പല ഘടകങ്ങളിൽ ഒന്നാണ് നമ്മുടെ സ്കിന്ന്. അപ്പോൾ എണ്ണ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ എണ്ണ ഉപയോഗം കുറഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ അച്ഛനമ്മയൊക്കെ നേരത്തെ മരിച്ചിട്ടോ, അപ്പോൾ ഞാൻ പിന്നെ അപ്പോൾ കംപ്ലീറ്റ് കൺട്രോളിലേക്ക് വന്നു. എൻ്റെ വീട് പക്ക അങ്ങനെ ആയിരുന്നില്ല, വീട്ടിലങ്ങനെ കുറേയൊക്കെ ഫൈബർ ഭക്ഷണം കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് അമ്മ പറയുന്നത് നമ്മളിപ്പോൾ 4 ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ 3 ആൽക്കലൈനും 1 അസിഡിക്കും. ഇപ്പം വെള്ളമാണ്, അല്ല pH വാല്യൂ 7 വെള്ളത്തിനാണ്, അത് കൂടിക്കഴിയുന്നതിനേക്കാൾ നമ്മൾ ആൽക്കലൈനും മറ്റേത് അസിഡിക്കാണ് വരിക. 3.5 ആണ് നമ്മുടെ ചെറുനാരങ്ങയ്ക്കൊക്കെ വരുന്നത്, അസിഡിക്കാണ് അത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറയും നമ്മൾ. ആൽക്കലൈൻ 4 ഭക്ഷണം കഴിക്കുന്നതിന് 3 ആൽക്കലൈൻ കഴിക്കുമ്പോൾ 1 അസിഡിക്ക് കഴിച്ചിരിക്കണം. ദാറ്റ് ഈസ് ഫ്രൂട്ട്സ് കൂടുതലും അസിഡിക്കായിരിക്കും, എല്ലാം അല്ല പൊതുവിൽ. അപ്പോൾ ഈ ആപ്പിൾ എന്നൊക്കെ പറയുന്നത് അസിഡിക്കാണ് കുറച്ചുകൂടി. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ദഹനം. ഇപ്പോൾ വെറും അസിഡിക്ക് തന്നെ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, അതിൻ്റെ കണ്ടൻറ്റ് കൂടും. അപ്പോൾ അതായത് ആപ്പിൾ വളരെ നല്ല സാധനമാണ് എന്ന് കരുതി ആപ്പിൾ ഒന്നേ കഴിക്കാൻ പാടും, അതിൻ്റെ കണ്ടൻറ്റ് കൂടും. ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇത് നോക്കി ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഞാനെപ്പോഴും ഇങ്ങനെ ഈ ആൽക്കലൈനും അസിഡിക്കും നോക്കിയിട്ടാണ് കഴിക്കാം. ഒരു ദിവസം 2 ലിറ്റർ വെള്ളം കുടിക്കും, വെള്ളം നന്നായി കുടിക്കും. ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് വെച്ചാൽ ഒരു ദിവസം 2 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കും. ഒന്ന്. രണ്ടാമത്തത് ഈ രാവിലെ നമ്മളിപ്പം ഒരു 1.5 ഗ്ലാസ് 2 ഗ്ലാസ് പാൽ മേടിക്കുന്നു, 1 ഗ്ലാസ് വെള്ളം, എന്നിട്ട് തേനും പാലുമാണ് യൂസ് ചെയ്യുന്നത്. പഞ്ചസാരയില്ല, തേനാണ് യൂസ് ചെയ്യുന്നത്. ഉപ്പില്ല, വീട്ടിൽ ഉപ്പില്ല, പിന്നെ പുളിയില്ല, മുളകില്ല, എണ്ണയില്ല. ഇത്രയും സാധനം എൻ്റെ ശരീരം മൊത്തം പിഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കിട്ടില്ല. ഉച്ചയ്ക്ക് അപ്പോൾ ഭക്ഷണമൊക്കെ ആയിട്ട് കഴിക്കുന്നത്? അപ്പോൾ രാവിലത്തെ ഫുഡ് അതിൽ ഒരു 50-60 ഗ്രാം ഓട്സ് ആണ്. അതായത് ഓട്സ് എന്ന് പറഞ്ഞാൽ 3 തരമാണ് നിങ്ങൾക്ക് അറിയാൻ ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ഇൻസ്റ്റാൻറ്റ് ഓട്സ്, അതായത് നമ്മൾ അവിൽ പോലത്തെ സാധനം. പിന്നെ റോൾഡ് ഓട്സ്, 3 സ്റ്റീൽ കട്ട് ഓട്സ്. ഈ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് നമ്മുടെ അരി, ഈക്വൽ ടു അരി എന്ന് പറയുന്നത്. അപ്പം അരിയും അവിലും തമ്മിലുള്ള വ്യത്യാസമാണ് സ്റ്റീൽ കട്ട് ഓട്സും ഇൻസ്റ്റാൻറ്റ് ഓട്സും തമ്മിലുള്ള വ്യത്യാസം.
മറ്റേ തല്ലി പരത്തിയിട്ടുള്ള സാധനം അത് ഓൾറെഡി ബോയിൽഡ് ആണ്. ഇതാണ് ഇൻസ്റ്റാൻറ്റ് ഓട്സ്. ഇവിടുത്തെ മലയാളികൾ പലപ്പോഴും ഓട്സ് എന്ന് പറഞ്ഞാൽ മേടിക്കുന്നതല്ല, ഇൻസ്റ്റാൻറ്റ് ഓട്സ് ആണ്. ഇതല്ല മേടിക്കേണ്ടത്. ഞാൻ ഇനിയും പറയുന്നു, ചില ആളുകൾക്ക് അറിയാത്ത കാര്യമാണ്. സ്റ്റീൽ കട്ട് ഓട്സ് ആണ് മേടിക്കേണ്ടത്, അതാണ് ഒറിജിനൽ. പക്ഷേ ഈ ഇൻസ്റ്റാൻറ്റ് ഉണ്ടാക്കുന്ന പോലെ ഇത് ഉണ്ടാക്കാൻ പറ്റൂല. അവില് കിട്ടിയാൽ അല്ല ജി, ഞാൻ പറഞ്ഞ അവില് കിട്ടിയാൽ അവലും അരിയും തമ്മിൽ ഇപ്പം എന്താ വ്യത്യാസം? അവില് കിട്ടിയാൽ അപ്പം തന്നെ നിങ്ങൾ കഴിക്കില്ലേ? ഇതാണ് ഇൻസ്റ്റാൻറ്റ്. സ്റ്റീൽ കട്ട് ഓട്സ് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. അരമണിക്കൂർ അത് വേവിക്കണം. നിങ്ങൾ ക്ഷമ പോകും. രാവിലെ സ്റ്റീൽ കട്ട് ഓട്സ് കഴിക്കുന്നതോട് എനിക്ക് പറയുന്നത് തലേ ദിവസം തന്നെ ലേശം തിളപ്പിച്ച് വെച്ചോ, കാരണം ഇത് ഇങ്ങനെ വേഗം പൊന്തി വരുമല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടായത് ഈ ഓട്സ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ദിവസവും ഈ 50 ഗ്രാം ഓട്സ് കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന പിന്നെ അണ്ടിപ്പരിപ്പ് ഒരു 20 അണ്ടിപ്പരിപ്പ്, 20 ബദാം, ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നില്ല. എന്നും ഒരു ആപ്പിള്. ഇത് അളന്നിട്ടാണ് കഴിക്കുന്നത്. മടുക്കില്ല എല്ലാ ദിവസവും ഈ ഓട്സും? എല്ലാ ദിവസവും ഞാൻ ഒരേ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നത്. നിങ്ങളൊക്കെ ഓരോ ദിവസം ഓരോ ബ്രേക്ക്ഫാസ്റ്റ്. മടുപ്പില്ല? ഇല്ല, ഒരു മടുപ്പില്ല. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് എത്തുമ്പോൾ ഈ ബസ്മതി റൈസ് 3 ഗ്രാം ഫൈബർ, 100 ഗ്രാമിന് 3 ഗ്രാം ഫൈബർ. അപ്പം നമ്മൾ ഇവിടുത്തെ മലയാളികളെ കുറ്റം പറയല്ല, മലയാളികൾ തീരെ ഈ ഭക്ഷണത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റേഷനരി, പൊന്നി, കുറുവ, ഇവരെല്ലാ അരിയും 100 ഗ്രാമിൽ 0.3 ആണ് അതിൻ്റെ ഫൈബർ വരുന്നത്. ഞാൻ മനസ്സിലാക്കിയതാണ്. പിന്നെ ആദ്യം പറയണേ ഞാൻ ഡോക്ടറൊന്നുമല്ല, കേൾക്കുന്നവർ വളരെ അധികാരിയായിട്ട് ഞാൻ പറഞ്ഞാൽ എടുക്കരുത്. 0.3 വരുന്നുള്ളൂ. നിങ്ങൾ കയറ്റുമതി ചെയ്യുന്ന മുഴുവൻ ബസ്മതി റൈസാണ്. അമേരിക്കയിലെ 4ൽ ഒരാൾ കഴിക്കുന്ന ബസ്മതി റൈസാണ് അമേരിക്കയിൽ. അവർ നമ്മളെ ഈ ഇത് കഴിക്കുന്നില്ല. അപ്പോൾ ഈ ബസ്മതി റൈസ് നമ്മൾ അതായത് മേഡം ഒരു 60-65 ഗ്രാം ആവുക. അതായത് എല്ലാ കാര്യവും എൻ്റെ ഈ ഉള്ളംകൈയിൽ ഉള്ള സാധനമാണ് ഞാൻ എല്ലാം കഴിക്കുന്നത്. ആപ്പിൾ ഒന്നേ കഴിക്കുന്നത്, എൻ്റെ ഉള്ളംകൈയിൽ ഒന്നാണ് പോകുന്നത്. അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളംകൈയിലുള്ളതാണ് ഞാൻ കഴിക്കുന്നത്. ഓട്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളംകൈയിലുള്ള ഇതാണ്. അപ്പോൾ എൻ്റെ ഉള്ളംകൈയിൽ ഞാൻ നോക്കുമ്പോൾ അറിയുന്നത് 60-65 ഗ്രാം ആവുക ബസ്മതി. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ 2 കിലോ ആണ് എൻ്റെ അരി ഭക്ഷണം. ഒരു മാസം 2 കിലോ. ഒരു മാസം 2 കിലോ ആണ് ഞാൻ കഴിക്കുന്നത്. ആ ബസ്മതി മഞ്ഞ നിറമുള്ള വേണം, മറ്റേന് ഇത്ര ഇതില്ല, കാരണം തവിടുണ്ടാവും. അപ്പോൾ ഈ 65 ഗ്രാം ബസ്മതിയാണ് എല്ലാ ദിവസവും കഴിക്കുന്നത്. ബസ്മതിയിൽ ഞാൻ എന്ത് ചെയ്യും, കടല, ചെറുപയർ, മമ്പയർ, പിന്നെ ഉലുവ, ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ്. പ്ലസ് പിന്നെ നമ്മൾ ഗ്രാമ്പൂ, പട്ട, ജാതിപത്രി, ജാതിക്ക, എല്ലാ ബിരിയാണീൻ്റെ ഫുൾ സാധനം ഉണ്ടാവും കേട്ടോ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഇതൊക്കെ സ്വന്തം റെസിപ്പിയാണോ ചെയ്തിട്ട്, യെസ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചിട്ട്, അതായത് കറിയില്ല, ഉപ്പില്ല, ഞാൻ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ ഇതില് ഉപ്പില്ലാതെ ചെറുനാരങ്ങ ഡെയിലി അല്ലാതെ തന്നെ കഴിക്കുന്നത്. അപ്പൊ ഇത്തിരി ഒരു കുഞ്ഞു തൈരും ഉണ്ടാവും, കുഞ്ഞു തൈരും ഇതും മതി. ഇത്രയും സാധനങ്ങൾ വരുമ്പോൾ പിന്നെ തക്കാളിയും ഉള്ളിയൊക്കെ ഉണ്ടാവും. തക്കാളി, ഉള്ളി എല്ലാം. അതായത് ആ ചോറ് ഈ ചോറ് എന്ന് പറഞ്ഞ സാധനം കണ്ടു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും സാധനങ്ങളുടെ മിക്സിങ് വരുമ്പോൾ തന്നെ ഇതിൽ അരിയൊന്നും കാണില്ല. ആ 65 ഗ്രാം ഒന്നും എവിടെയും കാണില്ല. അപ്പൊ എങ്ങനെ പോയാലും ഒരു കുഞ്ഞു പിടി എനിക്ക് പിറ്റേ ദിവസം രാത്രിത്തേക്ക് വരും. അപ്പൊ രാത്രി ഈ കുഞ്ഞു പിടിയാണ് കഴിക്കുന്നത്. ഇതിന്റെ ഇടയിൽ മാങ്ങ, ഈ വൈകുന്നേരങ്ങളിൽ കഴിക്കുന്ന ഫ്രൂട്ട്സ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ 4ൽ 1 അസിഡിക്ക് വരും. അല്ല, എല്ലാ ദിവസവും ഉച്ചയ്ക്കും ഈ ഫുഡ് തന്നെയാണോ ഡെയിലി? പക്ഷെ അതിൻ്റെ ഒരു ഗുണവശം എനിക്ക് ചില ഷോപ്പിൽ നിന്ന് എൻ്റെ ഭക്ഷണമൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ തേൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധാരണ ഷോപ്പിൽ പോയിട്ട് തേൻ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാം കിട്ടും. ഞാൻ പറഞ്ഞ കുറച്ച് വലിയ ഷോപ്പ് ആയിരിക്കണം. പക്ഷെ എനിക്ക് ഒരു മാസത്തേക്കുള്ള ഫുള്ള് ഭക്ഷണം വേണമെങ്കിൽ മേടിക്കാം. ആകെ ഈ എനിക്ക് ഫ്രൂട്ട്സിലെ മാത്രമേ ഉള്ളൂ, പച്ചക്കറി മാത്രമാണ് കേട് വരുന്നുള്ളൂ. ബാക്കി എല്ലാ ഭക്ഷണവും എനിക്കിപ്പോൾ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് 1 കിലോ അണ്ടിപ്പരിപ്പ്, 1 കിലോ പിസ്ത, എൻ്റെ ഭയങ്കര ഫേവറേറ്റ് സാധനങ്ങൾ അതൊക്കെ. അപ്പോൾ വാൽനട്ട് 1 കിലോ വാൽനട്ട്, ഇതെല്ലാം എനിക്ക് ഒരുമിച്ച് തന്നെ മേടിക്കാൻ കുറേ കാലത്തേക്ക് അതൊക്കെ ഇരിക്കും. എൻ്റെ ഉണക്കമുന്തിരി, എൻ്റെ മെയിൻ സാധനങ്ങൾ. ഈ ക്യാരറ്റും ബീട്രൂട്ടും അതൊക്കെയാണ് ഞാൻ 4 ദിവസത്തിനിടയിൽ വാങ്ങുന്നുള്ളൂ. അല്ലാതെ എനിക്ക് എൻ്റെ എല്ലാ ഭക്ഷണവും എനിക്ക് കുറേ കാലത്തേക്കായിട്ട് വെക്കാം. കുക്കിംഗ് ഒക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്? അച്ഛനും പിന്നെ നേരത്തെ മരിച്ചതിന് ശേഷം പിന്നെ എല്ലാം വേറെ സഹായത്തിന് മുമ്പ് അമ്മയുള്ള സമയത്തും കുറേയൊക്കെ ഞാൻ തന്നെ ഫുഡ്. ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല, നിലവിൽ ആരുമില്ല. അതുപോലെ സന്തോഷമായിട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ വയനാട്ടില് ദുരന്തം ഉണ്ടായ സമയത്തും അതുപോലെ ഒരുപാട് അല്ലേ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിനെ പറ്റിയൊക്കെ ഒന്ന് വിശദമായിട്ട് പറയാമോ? മേഡം, ഞാൻ പൊതുവിൽ അതായത് ഇതൊക്കെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരറിവാണ്. എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞാണ്. നമ്മൾ എന്തെങ്കിലും, കാരണം 12 രാജ്യമൊക്കെ ഉണ്ട് ജാതകത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ എടാ നീ ഫേമസ് ആവും.
അപ്പോൾ എന്തെങ്കിലും കയ്യിൽ നല്ല പൈസ വരാണ്ട് 2 വിഭാഗം ആളുകളെയാണ് നീ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഒന്ന്, കുട്ടികളെ പഠിപ്പിക്കുക. 2, ഈ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് നമ്മളാലാവുന്നത് ചെയ്യണം. അപ്പം അമ്മയോട് പറഞ്ഞ കാര്യം, ഇവിടെ പല സ്ത്രീകൾ നമ്മൾ ന്യൂസ് വരുമല്ലോ, ഈ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ അമ്മയോട് ചോദിക്കാറുണ്ട്, ഈ പെണ്ണുങ്ങൾക്ക് ചാവണമെന്നുണ്ടെങ്കിൽ ചത്താൽ പോരെ, ഇവരെന്തിനാ ഈ മക്കളെ കൂടെ കൊല്ലുന്നു ചോദിക്കും. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ കാര്യമാണ്, മക്കളെ കൊല്ലുന്നത് തെറ്റാണ്, പക്ഷേ ഈ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു, ഒരു പണവും അത്യാവശ്യം സൗന്ദര്യവും അത്യാവശ്യം ജോലിയൊക്കെ ഉള്ളൊരു പെൺകുട്ടി അവിടെ പോയിട്ട് ഭർത്താവിൻ്റെ വീടായിട്ട് ഒത്തുവരുന്നില്ല, തിരിച്ചു വന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും വരാനില്ല. കാരണം അതിൻ്റെ കല്യാണം വേണമെങ്കിൽ രണ്ടാമത് നടക്കും. ഇനി അതിൻ്റെ കല്യാണം നടന്നില്ലെങ്കിലും അതിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ അത്യാവശ്യം സാമ്പത്തിക ശേഷി വേണം, മോളെ എനിക്ക് വേറൊരു വീടുണ്ടാക്കി തരാം, മോൾ അവിടെ നിന്നോ എന്നൊക്കെ പറഞ്ഞാൽ ഈ മോളും മക്കളൊക്കെ അവിടെ സമാധാനത്തിൽ നിൽക്കും, അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് ജോലിക്കും പോവാം. ഇതൊരു ഭീകരമായ വിഷയമല്ല. മറിച്ച് ഒരു കൂലിപ്പണിക്കാരൻ്റെ മകളോ വളരെ പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയെ വളരെ കഷ്ടപ്പെട്ട് ഒരുത്തനെ കരട്ടിച്ചു കൊടുക്കുന്നു, അവിടെ എന്തെങ്കിലും പ്രശ്നത്തിൽ ഈ പെൺകുട്ടി തിരിച്ചു വന്നാൽ ഈ പെൺകുട്ടിയുടെ ജീവിതം തീർന്നു. അമ്മ പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഒരു ജോലി എടുത്ത് ജീവിക്കാൻ ഈ പെൺകുട്ടിക്ക് പറ്റൂല, വിദ്യാഭ്യാസം അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ ഉണ്ടാവും ആങ്ങളേൻ്റെ ഭാര്യ ഉടക്കായിരിക്കും, ഓ ഇനിയിപ്പോൾ ഇവിടെ വന്ന് എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയ പൈസ ഇനി പെങ്ങൾക്കും മക്കൾക്കും കൊടുത്തിട്ട് എനിക്ക് കിട്ടുന്ന, അല്ലെങ്കിലേ മനുഷ്യൻ സ്ട്രഗിൾ ചെയ്യുക, അതിൻ്റെ ഇടയിൽ ഇനി പൈനി കൂടെ കൊടുക്കണമല്ലോ എന്നുള്ള പെൺകുട്ടിക്ക് തോന്നലുണ്ടാവും. അപ്പോൾ അവിടെ നാത്തൂൻ പോര് മറ്റവൻ്റെ പോരൊക്കെ ഉണ്ടാവും. സ്വന്തമായിട്ട് ആ മോക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കാനുള്ള പൈസ ഉണ്ടാവില്ല, അതിൻ്റെ കല്യാണം പിച്ചന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനെ വരുമ്പോഴാണ് പല സ്ത്രീകളും ട്രാക്ക് മാറുന്നത്. ഇങ്ങനെ വരുമ്പോഴാണ് ഗതികെട്ട് അവസാനം ആത്മഹത്യയിലും ഇതിലേക്കൊക്കെ പോകുന്നത്. പിന്നെ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചോദിക്കുമ്പോൾ ആൾക്കാർ റോങ് ആയിട്ട് പെരുമാറും, ഭർത്താവൊന്നും ഇല്ലാത്തല്ലേ. അല്ല, അത് പണക്കാരിക്കും വരാം, പക്ഷെ പെൺകാരിക്ക് അവിടെ സ്കോപ്പ് ഉണ്ട്. ഇതല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ടും ഷോപ്പ് ഉണ്ടാക്കും, ഇക്കെന്തിനും എൻ്റെയൊക്കെ ഷോപ്പിൽ നിൽക്കുന്നതെന്നൊക്കെ ആ പെൺകുട്ടി ചിന്തിക്കാം. ഇവിടെ വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തൊരു പെൺകുട്ടി ഏട്ടാ ഒരു ജോലി തരുമെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിയെ പല രീതിയിലും ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഗതികെട്ട് എന്തെങ്കിലുമൊക്കെ അവസ്ഥ വരുമ്പോഴാണ് ചില സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നു. ഓ എൻ്റെ ശേഷം എൻ്റെ 2 പെൺമക്കളുടെ അവസ്ഥ എന്തായിരിക്കും, എന്നാൽ പിന്നെ അതിനും കൂടെ കൊല്ലാന്ന് വെച്ചിട്ടാണ് പലരും പോകുന്നത്. അത് ശരിയെന്നല്ല അമ്മ പറഞ്ഞ്, ആ സ്ത്രീ അങ്ങനെ നയിച്ച ഘടകമാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇതെൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ്. അമ്മയൊക്കെ മരിച്ചു, എൻ്റെ അമ്മ മരിച്ചു, പക്ഷേ ഇന്ന് നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഞാൻ കൂടുതൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒന്നുകിൽ കുട്ടികളെ പഠിപ്പിക്കുക, ഇത് നോക്കിയറിയാം. അമ്മ പറഞ്ഞ ആ ഒരു പോയിൻ്റാണ് ഞാൻ ഇന്നും എടുക്കുന്നത്. കഴിയുന്നതും അങ്ങനെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന അധികം കോളനികളിലൊക്കെ ഉള്ള സ്ത്രീകൾക്ക് പശുക്കുട്ടി, ആട്ടുംകുട്ടി, കോഴിക്കുട്ടി, അല്ലെങ്കിൽ തയ്യൽ മിഷൻ, അതും അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ, പുതിയതൊന്നല്ല കേട്ടോ, സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷയാണ്. എന്നാലും ഒരാൾക്കൊരു ലൈഫ് കിട്ടുകയാണല്ലോ, ആർക്കും പൈസ കൊടുക്കാറില്ല. അപ്പോൾ ഞാൻ ചില കോളനികളിലെല്ലാം ചെന്നിട്ട് ചില സ്ത്രീകളോട് പറയാറുണ്ട്, നിങ്ങൾ സാറേ എന്തെങ്കിലും തരും. ഞാൻ പറയാം, അങ്ങനെ തന്നുകൊണ്ട് എന്താ കാര്യം? നിങ്ങൾക്ക് ജീവിതം പിന്നെ വേറെ ആളെ മുന്നിൽ കൈനീട്ടണ്ടേ? ഈ കൈനീട്ടൽ ഒഴിവാക്കണം. അതാ ഞാൻ പറയുന്നത്. നിങ്ങൾ 2 ആട്ടുംകുട്ടിയെ കൊടുക്കുന്നു, നിങ്ങളൊരു പശുക്കുട്ടിയെ, കാരണം അവർക്ക് അതിനെയൊക്കെ നോക്കി പരിചയമുള്ളവരായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ തയ്യൽ മിഷൻ പഠിക്കൂ, പഠിച്ചാൽ ഞാൻ തയ്യൽ മിഷൻ തരാം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീക്ക് ഇനി ഓപ്ഷൻ, അവർ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതൊന്നുമല്ല, എനിക്കൊരു ജോലി തരും എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം ഒരു MCOM, ടാലി അങ്ങനെയൊക്കെ പഠിച്ച ആളുകളോടല്ലേ അവർക്കൊരു ജോലീൻ്റെ കാര്യം എനിക്ക് നോക്കാം. നിങ്ങൾ തന്നെ പറ, ഇത് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം നിർത്തി, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ചെറുക്കൻ്റെ കൂടെ ഒളിച്ചൊളി പോയിട്ടുണ്ടാവും, വേറെ പെണ്ണിൻ്റെ കൂടെ അവൻ പോയി, ഇന്ന് അവൾ വട്ടപ്പൂജ അടിച്ചിരിക്കുന്നു. ഈ പെൺകുട്ടി എന്ത് ജോലി എടുത്താൽ ജീവിക്കുന്നത്? അപ്പം നമുക്ക് അവർക്ക് അതേ, അല്ലാതെ എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിട്ടല്ല. അല്ലെങ്കിൽ ഞാൻ ചിലർക്ക് ഷോപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്, കുഞ്ഞു ഷോപ്പ്, വലിയ സൂപ്പർ മാർക്കറ്റ് ഒന്നല്ല, ചെറിയ ഷോപ്പ്, അവരുടെ വീട്ടിന് മുന്നിൽ തന്നെ ഞാൻ തട്ടിക്കൂട്ടി ഇട്ട് കൊടുക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു സ്ത്രീകൾ ജീവിക്കുന്നു. 2 ആട്ടുംകുട്ടിയെ കൊടുത്ത് ഇന്ന് ആ സ്ത്രീ പറയണം, സാർ ഇന്ന് അവിടെ 10-12 ആട്ടുംകുട്ടിയെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അതെ. അപ്പോൾ ഞാനൊരു പശുക്കുട്ടീനെ കൊടുക്കുന്നുള്ളൂ, അതിലൂടെ അവർക്കൊരു ലൈഫ് കിട്ടുകയാണ്. ഞാനൊരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ, അതിലൂടെ ആണായാലും പെണ്ണായാലും അവർക്കൊരു ലൈഫ് കിട്ടുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പ്രളയം പോലത്തെ ഓരോ സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ സന്തോഷ് ചേട്ടാ, പുതിയ പടം ഏതാണ്? ഇപ്പോൾ എൻ്റെ 12ാമത്തെ സിനിമ കേരള ലൈവാണ്. അപ്പോൾ നമ്മളൊരു പുതിയ സബ്ജക്റ്റാണ് അവതരിപ്പിക്കുന്നത്. അതായത് ഒരു 5 വർഷത്തിന് ശേഷം മൊത്തം പ്രവാസികൾ ജോലി നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് തിരിച്ചു വന്നാൽ പ്രവാസികളുടെ അവസ്ഥ എന്ത്, കേരളത്തിൻ്റെ അവസ്ഥ എന്ത്? ഇങ്ങനെ അവസ്ഥ വരാതിരിക്കട്ടെ. കാരണം നമ്മൾ ആ സിനിമയിൽ പറയുന്നത് ഈ സ്വദേശിവൽക്കരണം, നമുക്കറിയാം ഗൾഫിലൊക്കെ കൂടുതലായി പ്രവാസിവൽക്കരണം വരുന്നു. അപ്പോൾ നമ്മളെ ടീമിനൊക്കെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ. പിന്നെ സ്ത്രീകളൊക്കെ പുറത്തിറങ്ങി തുടങ്ങി അവിടെ. അപ്പോൾ കുറേ പേർക്ക് ഒബ്വിയസ്ലി സ്ത്രീകൾ പുറത്തിറങ്ങി അവരെന്തെങ്കിലുമൊക്കെ പണി ചെയ്യും. പിന്നെ നമ്മളിവിടുത്തെ ടീമിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇപ്പോൾ ഇനി പെട്രോളായാലും ഡീസലായാലും ഒക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇതൊക്കെ വരുമ്പോൾ അവർക്കും ചെറിയ സ്ട്രഗിളിങ്ങിലേക്ക് വരാം. ഇപ്പം ഇന്നല്ല, നമ്മുടെ ഒരു 5 വർഷത്തിന് ശേഷമൊക്കെ നമ്മൾക്ക് കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വരുമ്പോൾ പെട്രോളും ഡീസലിനൊക്കെ കിട്ടുന്ന ഒരു വരുമാനത്തിന് അവരെയും ബാധിക്കാം. അപ്പോൾ ഇത്രയും എംപ്ലോയീസ് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മലയാളികൾ ഉള്ളതുകൊണ്ട് മാത്രം അവിടെ കുറേ പേര് ജീവിക്കുന്നുണ്ട്. മലയാളികൾക്ക് വേണ്ട സാധനങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട്, അപ്പോൾ അവരുടെ ജോലിയെ ബാധിക്കാം. ശരിയല്ലേ? അപ്പോൾ മാത്രമേ പിന്നെ ശമ്പളവും ഇതേപോലെ വലിയ മെച്ചമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ആളുകൾ ഇങ്ങോട്ട് വരും.
അപ്പോൾ ഇത്രയും ആളുകൾ ഇങ്ങനെ തിരിച്ചു വന്നാൽ അവർക്ക് ഇവിടെ എന്ത് ജോലിയാണ് കിട്ടാനുള്ളത്? അപ്പോൾ ഒരു പുതുമയുള്ളൊരു പ്രമേയമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. സന്തോഷേട്ടൻ വളരെയധികം അപ്ഡേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കുറച്ച് മുൻകൂട്ടി എല്ലാം അറിയുന്ന പോലെയൊക്കെ. അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ? അതായത് നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്ത് തന്നെ പ്രസംഗ മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നതിൻ്റെ ഒരു ഗുണമാവാം. അപ്പോൾ അന്നോട് അച്ഛൻ എനിക്ക് തന്നിരുന്ന ടാർഗറ്റ് ചെറുപ്പം മുതലേ തന്നിരുന്നത് എല്ലാത്തിനും A+ ആയി എൻ്റെ മോൻ വരണമെന്നില്ല. എല്ലാവർക്കും A+ ആയി വരണമെന്നാണ് പറയാം. എൻ്റെ അച്ഛനമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല. തട്ടി മുട്ടി ജയിച്ചിങ്ങ് പോന്നാലും മതി. എന്നോട് അച്ഛൻ പറഞ്ഞു, എടാ നീ പുറത്തിറങ്ങിയാൽ ഒരാളും ഇപ്പം നീ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ, അക്ബറിൻ്റെ ഭരണപരിഷ്കാരം എന്താണെന്ന് പറയൂ, ഹുമയൂണിൻ്റെ ഭരണപരിഷ്കാരം എന്ത്, ഔറംഗസീബിൻ്റെ ഭരണപരിഷ്കാരം എന്ത്, A+B² എന്ത്, ചൈനീസ് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ഇതൊന്നും ആരും നിന്നോട് ചോദിക്കാൻ പോകുന്നില്ല. നീ പുറത്തിറങ്ങിയാൽ സാധാരണഗതിയിൽ എൻ്റെ പൊന്നുമോൻ ഇനി ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ് നിന്നോട് ചോദിക്കാൻ സാധ്യതയുള്ള അച്ഛൻ എനിക്ക് മുൻകൂട്ടി പറഞ്ഞുതരാം. എടാ വഴിയിൽ എൻ്റെ കൂട്ടുകാരൻ വിളിക്കുക, എടാ വഴിയിൽ എൻ്റെ വണ്ടി നിന്ന് നമുക്ക് ചെറിയ പുക വരുന്നുണ്ട്, എന്താ വേണ്ട, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, അല്ല നിൻ്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നിൻ്റെ ഒരു കൂട്ടുകാരെ ചോദിക്കും, കാലിൻ്റെ കൈയൊക്കെ മടക്കുമ്പോൾ ഒരു വേദന, അല്ല അത് ആയുർവേദം കാണിക്കണോ, ഇതാണോ, അല്ല എല്ല് ഡോക്ടർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല എല്ല് ഡോക്ടർ ഉണ്ടോ, നല്ല ഗൈനക്കോളജിസ്റ്റ് ആരാ ഉള്ളത്, അല്ല നമ്മളോട് സാധാരണ ഇതിൽ ചോദിക്കാൻ സാധ്യതയില്ല. അതല്ലെങ്കിൽ നമ്മളെ അടുത്ത വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം വരുന്നു, ഇത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണോ പഞ്ചായത്തിൽ കൊടുക്കണോ, അല്ല അത് എവിടെ കൊടുക്കുന്നതായിരിക്കും നന്നാവുക, അല്ല അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇനി ഒന്ന് ഒരു ലെറ്റർ എഴുതി തരും, അല്ല അല്ലെങ്കിൽ അവിടെ ഇംഗ്ലീഷിലൊരു സാധനം ചെയ്യണം, സന്തോഷം ഒന്ന് എഴുതി തരും. ഇതൊക്കെയാണ് പ്രായോഗിക ജീവിതത്തിൽ നിന്നോട് ഒരാൾ ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ മുംബൈയിലൊരു ഇതിനെ പോകുന്നുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടോ, ഇവിടെ മുംബൈ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ്, അപ്പോൾ നമുക്ക് അവിടെ ഇതൊരു കാര്യം, മുംബൈ എവിടെയാണ്, ഒരു ഐഡിയ, ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന ട്രെയിനിൽ ചെന്നോ, അപ്പോൾ പറയുമ്പോൾ ഒരു മനുഷ്യനൊരു ജനറൽ നോളജ് വേണ്ടേ, ഇത് ഡോക്ടറാണ് നല്ലത്, ആയുർവേദമാണോ നല്ലത്, ഇതാണോ നല്ലത്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ കൊളസ്ട്രോൾ 210 എന്താ വേണ്ട, മരുന്ന് കഴിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ 210 അല്ലേടാ, SDL എന്താണ്, LDL എന്താണ്, അപ്പോൾ നമുക്കത് അല്ലെങ്കിൽ നീ അന്ന് എനിക്ക് കിട്ടുക, ഓക്കെ അതേടാ ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ, ഇങ്ങനെ പറയണമെങ്കിൽ അവനവന് വേണ്ടത് ജനറൽ നോളജാണ്. അപ്പോൾ എല്ലാ വിഷയത്തിലും അത്യാവശ്യം ജനറൽ നോളജ് ഉണ്ടാക്കാനും, അതേപോലെ എൻ്റെ ജാതകം എഴുതിയ അച്ഛൻ തന്നെയാണ്. അച്ഛൻ പറയണ്ടേ, നിൻ്റെ ജാതകത്തിൽ ലക്ഷ്മി സരസ്വതി രാജയോഗമാണ്, അതായത് അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ നഷ്ടപ്പെട്ടാലും പണവും വിദ്യയൊന്നും കൂടെ ഉണ്ടാവും. ലക്ഷ്മി കട്ടയ്ക്ക് കൂടെ നിൽക്കും, ലക്ഷ്മി ദേവി എപ്പോഴും പണം തന്നുകൊണ്ടിരിക്കും, സരസ്വതി ദേവി എപ്പോഴും വിദ്യാഭ്യാസം തന്നുകൊണ്ടിരിക്കും. നീ മരിക്കുന്ന തന്നുവരിക്കും ഒരു പുസ്തകം ഉണ്ടാവും, പുസ്തകം വിടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല, കാരണം എപ്പോഴും അങ്ങനെ വരും. ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല, ജനിച്ച അന്ന് മുതൽ മരിക്കാൻ ഒരു കുറവുണ്ടാവില്ല, ഒരിക്കലും ജീവിതത്തിൽ കടം വാങ്ങേണ്ട ആവശ്യം വരില്ല, മരിക്കുന്ന തന്നൊരു നീ ലോൺ വാങ്ങണ്ട, ഇനി അങ്ങനെ വന്നിട്ട് നീ വിചാരിച്ചോ ജനിച്ച സമയത്തിന് കുഴപ്പമുണ്ട്, കാരണം ലക്ഷ്മി രാജയോഗം ഉള്ളവൻ ഒരു 100 രൂപ കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ നിനക്ക് 100 രൂപ തന്നിരിക്കും, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ അത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതാവാം, പക്ഷേ ഞാനിത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ഇന്നലെ വരെയും ഞാൻ എന്ത് ചെയ്യും, രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ടേ കിടക്കുള്ളൂ, ഇന്നും ഒരു കാര്യം പുതുതായിട്ട് പഠിച്ചേ കിടക്കുള്ളൂ. മെഡിറ്റേഷൻ ചെയ്യും, പിന്നെ അതുകൊണ്ടാണ് എപ്പോഴും കൈ ഇങ്ങനെ ചിന്മുദ്ര പിടിക്കുന്നത്. ഞാനൊരു 10-13 യോഗ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ മെഡിറ്റേഷൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. കാരണം നമ്മളിപ്പോൾ 13 വർഷത്തോളം ഞാൻ വേദങ്ങൾ പഠിച്ചിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ ഋഗ്വേദത്തിൽ ഐതിഹ്യോപനിഷത്തിലെ പ്രജ്ഞാനം ബ്രഹ്മബോധമാണ് ബ്രഹ്മം എന്ന് വായിച്ച് അന്ന് മുതൽ ഇപ്പം ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ കൈ ചിന്മുദ്രയിലാണ്, ഇപ്പോഴും ഞാൻ ചിന്മുദ്രയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു വ്യക്തി കോൺഷ്യസ് ആവും. ഈ ചിന്മുദ്ര ഇരിക്കുന്ന ഒരാൾക്ക് അതായത് പ്രസൻറ്റിൽ ജീവിക്കാൻ തുടങ്ങും. ഇപ്പം എനിക്ക് എൻ്റെ അച്ഛനും മിക മരിച്ചാണെങ്കിലും അതിനെക്കുറിച്ചൊന്നും, അല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ ചിന്തിക്കുമ്പോൾ അത്ര ഒരു നല്ല കാര്യങ്ങൾ പലതും അത്ര നടന്നിട്ടില്ല, പക്ഷെ ഇതൊന്നും നമ്മൾ മൈൻഡിലേക്ക് വരുന്നില്ല. ഞാനിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്നതിൽ മാത്രമേ ശ്രദ്ധിക്കൂ. ഞാൻ എന്തെങ്കിലും ഒരു പെൺകുട്ടിയെ പഞ്ചാര അടിക്കുകയാണെങ്കിൽ പഞ്ചാര അടിക്കുക എന്നതിൽ മാത്രമേ ഞാൻ ശ്രദ്ധിക്കൂ, അല്ലാതെ ഞാൻ ഇന്ന ആളുടെ മോനാണോ ഇന്നയാളെ മോളാണോ എൻ്റെ ജാതി എന്നും ഇതൊന്നും എൻ്റെ വിഷയത്തിലേക്ക് ആ സമയത്ത് വരില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ടി വി കാണുക എന്നതിൽ വളരെ സീരിയസ് ആയിരുന്നു, പ്രസൻറ്റിലാണ് ജീവിക്കുന്നത്. ഞാൻ കൂടുതലായി ഫ്യൂച്ചറും ശ്രദ്ധിക്കല്ല, കൂടുതലായതുമില്ല. എനിക്കിപ്പോൾ 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് എങ്ങനെ ഹാപ്പി ആക്കാം. സന്തോഷേട്ടാ, ഒരുപാട് സന്തോഷം. പുതിയ സിനിമ കേരള ലൈവ് ആണ്, അതിനെല്ലാവിധ ആശംസകളും. ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ, ഒരുപാട് സിനിമ ചെയ്യാൻ സാധിക്കട്ടെ. മൈൻഡ്സ്കേപ്പിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം.